നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ, ബ്രെയിൻ സ്റ്റോമിംഗ്, ബസ് ഗ്രൂപ്പുകൾ, സിംബോസിയം, വർക്ക്ഷോപ്പ്, വിഭവ യൂണിറ്റ്, പാഠാസൂത്രണം, ഉത്ഗ്രന്ഥിത പഠനം, സോദകങ്ങൾ, വ്യത്യസ്ത തരം ചോദ്യ മാതൃകകൾ. ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ. പഠനം എന്ന വാക്കിനർത്ഥം വ്യവഹാരത്തിലെ മാറ്റം എന്നാണ്. ഇത്തരം മാറ്റങ്ങൾ ഒരു കുട്ടിയിൽ ഉണ്ടാക്കാൻ ക്ലാസ് മുറിയിലെ പങ്ക് വളരെ വലുതാണ്. ക്ലാസ് മുറിയിലെ പഠനത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ അധ്യാപകർ, പാഠ്യവസ്തു, പഠനാന്തരീക്ഷം. കുട്ടികൾക്ക് നല്ലൊരു പഠനാന്തരീക്ഷം സജ്ജീകരിച്ചു നൽകുക എന്നത് അധ്യാപകരുടെ ധർമ്മമാണ്. അറിവ് പകരുമ്പോൾ കുട്ടിയുടെ പഠന സന്നദ്ധത അല്ലെങ്കിൽ മുന്നറിവ്, ആശയം ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ അറിയുക എന്നത് അത്യന്താപേക്ഷിതമാണ്. ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയയെ രണ്ടായി തിരിക്കാം: അധ്യാപക കേന്ദ്രീകൃത പഠനം, വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനം. പഠന പ്രക്രിയയിൽ അധ്യാപകർക്ക് പ്രാധാന്യം നൽകുന്ന പഠനമാണ് അധ്യാപക കേന്ദ്രീകൃത പഠനം. ഉദാഹരണം: ലെക്ചർ രീതി, ഡെമോൺസ്ട്രേഷൻ രീതി. പഠന പ്രക്രിയയിൽ കുട്ടികൾക്ക് പ്രാധാന്യം നൽകുന്ന രീതിയാണ് വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠനം. ഉദാഹരണം: ബ്രൂണറുടെ കണ്ടെത്തൽ പഠനം, ആംസ്ട്രോങ്ങിൻ്റെ ഇൻക്വയറി രീതി, പ്രൊജക്റ്റ് രീതി, ചർച്ചാ രീതി. പഠന പ്രക്രിയയിൽ വിദ്യാർത്ഥിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: പ്രായം, മുന്നറിവ്, ആരോഗ്യനില, ശ്രദ്ധ, ഓർമ്മശക്തി, പരിപക്വത, അഭിപ്രേരണ. പഠന പ്രക്രിയയിൽ വിദ്യാർത്ഥിയുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ: കായിക പോരായ്മകൾ, അഭിപ്രേരണയുടെ അഭാവം, വികസന വൈകല്യങ്ങൾ, അപസമായോജനം. പാഠ്യവസ്തുവിൻ്റെ ദൈർഘ്യകാഠിന്യം, അർത്ഥപൂർണത എന്നിവ ക്ലാസ് റൂം പഠന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പഠന പ്രക്രിയയുടെ ഇടയിൽ ഉണ്ടാകുന്ന അപലക്ഷണീയമായ പീഡസ്ഥ ഫലിതങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് പഠിക്കാൻ കഴിയാത്ത അവസ്ഥ മറികടക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങളാണ്: ആവശ്യത്തിന് ഇടവേളകൾ എടുക്കുക, പഠനതന്ത്രങ്ങൾ മാറ്റി പരിശോധിക്കുക. ക്ലാസ് റൂം പഠിതാക്കളെ 3 രീതിയിൽ തരംതിരിക്കാം: കണ്ടുപഠിക്കുന്നവർ, കേട്ടുപഠിക്കുന്നവർ, പ്രവർത്തിച്ച് പഠിക്കുന്നവർ. ബോധനതന്ത്രങ്ങൾ: മറ്റുള്ളവരുടെ അറിവിലേക്കായി നടത്തുന്ന കഥനമോ സംഭവ വിവരങ്ങളുടെ വാചിക വിവരണമോ ആയ ബോധനതന്ത്രമാണ് വിവരണം അല്ലെങ്കിൽ നറേഷൻ. ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ പദാർത്ഥത്തിനെയോ പ്രക്രിയയോ സംഭവത്തിനെയോ വാക്കുകളിലൂടെ ചിത്രീകരിക്കുന്ന പ്രക്രിയയാണ് വർണ്ണനം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ. പഠിതാക്കളുടെ ചിന്തയെ ഉദ്ദീപിപ്പിച്ച് അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തിൻ്റെ അർത്ഥം ബുദ്ധിപൂർവ്വം മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്നതാണ് വിശദാവതരണം, എക്സ്പോസിഷൻ. പാഠഭാഗത്തിൻ്റെ പ്രാഥമിക പഠനത്തിന് ശേഷം അതിനെ വീണ്ടും പരിശോധിക്കുന്ന മാനസിക പ്രക്രിയയാണ് പുനരവലോകനം, റിവ്യൂ. വ്യക്തികളുടെയോ പഠിതാക്കളുടെയോ ഒരു ചെറിയ സംഘം കേൾവിക്കാരുടെ മുമ്പിൽ വെച്ച് തമ്മിൽ സർഗാത്മകത പുലർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന രീതിയാണ് പാനൽ ചർച്ച അല്ലെങ്കിൽ പാനൽ ഡിസ്കഷൻ. ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് സംഘം നടത്തുന്ന വസ്തുതകൾ, ധാരണകൾ, വിവരങ്ങൾ, വീക്ഷണഗതികൾ, ദത്തങ്ങൾ തുടങ്ങിയവയുടെ സ്വതന്ത്രമായ വിനിമയമാണ് സംഘചർച്ച അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ. ജീവിത സന്ദർഭങ്ങളെ ചിട്ടയായും സ്വാഭാവികമായും അഭിനയിച്ച് കാണിക്കുന്നതാണ് നാടകാവിഷ്കരണം, ഡ്രമാറ്റിസേഷൻ. ഒരു വ്യക്തിയോ സംഘമോ മറ്റുള്ളവരുടെ ജീവിതരംഗങ്ങൾ അതേപടി അനുകരിക്കുന്ന പ്രവർത്തനമാണ് റോൾ പ്ലേ. ബ്രെയിൻ സ്റ്റോമിംഗ്: സമൂഹത്തെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുടെ പരിഹാരം കാണുന്നതിനായി യോഗം വിളിച്ചു കൂട്ടുകയും പ്രശ്നത്തെ വിവിധ കോണുകളിൽ നിന്നും വിശകലനം ചെയ്ത് ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ തലച്ചോറുകളെ ഉദ്ദീപിപ്പിച്ച് ആശയങ്ങളുടെ കൊടുങ്കാറ്റ് പോലെയുള്ള വിസ്ഫോടനം സൃഷ്ടിച്ച് പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണുകയും ചെയ്യുന്ന രീതിയാണ് ബ്രെയിൻ സ്റ്റോമിംഗ്. വളരെ ചെറിയ ഗ്രൂപ്പുകളാണ് ബ്രെയിൻ സ്റ്റോമിങ്ങിന് ഫലപ്രദമാകുന്നത്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അലക്സ് ഫെയ്ഗ്നി ഓസ്ബോൺ ആണ്. ബേസ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ബേസ് സെക്ഷൻ.
പ്രത്യേക ആസൂത്രണമൊന്നും കൂടാതെ തിരക്കിട്ട സംഘചർച്ചകളിലൂടെ സംഘടിപ്പിക്കുന്ന അടിയന്തര യോഗമാണ് ബസ് ഗ്രൂപ്പുകൾ. വിദ്യാർത്ഥികളിൽ ആശയാവിഷ്കരണ പാടവം, പ്രശ്നപരിഹരണ നൈപുണി, ക്രിയാത്മക ചിന്തനം എന്നിവ വളർത്താൻ സഹായിക്കുന്നത് ബസ് ഗ്രൂപ്പുകളാണ്. അധ്യാപകൻ പാഠ്യപദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചർച്ചകളിൽ ആനുകാലിക പ്രശ്നങ്ങളും മറ്റും ഉൾപ്പെടുത്തി സന്ദർഭങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ബോധന രീതിയാണ് ബസ് ഗ്രൂപ്പുകൾ. സിംപോസിയം. രണ്ടോ അതിലധികമോ വ്യക്തികൾ പ്രബന്ധം തയ്യാറാക്കി ഓരോരുത്തരും അവരവരുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് വിഷയം അവതരിപ്പിക്കുന്നതാണ് സിംപോസിയം. പ്രബന്ധാവതരണത്തിന് ശേഷം സദസ്യർക്ക് സംശയങ്ങൾ ദൂരീകരിക്കാനും ചർച്ചയ്ക്കുമുള്ള അവസരം ഉണ്ടായിരിക്കും. വർക്ക്ഷോപ്പ് ഒരു നൂതന രീതിയാണ്. പ്രത്യേക വിഷയങ്ങളെപ്പറ്റി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയോ പ്രസംഗം നടത്തുകയോ വായിക്കുകയോ ചെയ്യുന്നതാണ് വർക്ക്ഷോപ്പ് നേതൃത്വ പാഠവും സഹകരണ മനോഭാവം വളർത്തുന്നു. വർക്ക്ഷോപ്പിലെ പ്രധാന ബോധന ഉപായങ്ങൾ: ചോദ്യം ചോദിക്കൽ, ഉത്തരം നൽകൽ, ചിത്രീകരിക്കൽ, ഗൃഹപാഠങ്ങൾ, കുറിപ്പ് തയ്യാറാക്കൽ, നിർദ്ദിഷ്ട അഭ്യാസങ്ങൾ, സൂപ്പർവൈസ്ഡ് സ്റ്റഡി. ബോധനാസൂത്രണം. പ്രത്യേക യൂണിറ്റുകൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെടുന്ന ബോധനാസൂത്രണ രീതിയാണ് ഏകകാസൂത്രണം, യൂണിറ്റ് പ്ലാൻ. ഏകകാസൂത്രണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഉദ്ദേശങ്ങളും സ്പഷ്ടീകരണങ്ങളും, പഠനാപഗ്രഥനം, പഠനാനുഭവങ്ങൾ, മൂല്യനിർണ്ണയം. ഒരാണ്ടിലേക്കുള്ള പാഠങ്ങളുടെ സമഗ്രമായ ആസൂത്രണമാണ് വാർഷികാസൂത്രണം, ഇയർ പ്ലാൻ. ഒരു വിദ്യാലയത്തിലെയോ ഒരേ വിഷയം കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ കൂട്ടായി ചർച്ച ചെയ്തോ പല വിദ്യാലയങ്ങളിലെ അധ്യാപകർ ചേർന്നോ തയ്യാറാക്കേണ്ടതാണ് വാർഷികാസൂത്രണം. ബോധന ഘട്ടങ്ങൾ. പഠനാനുഭവങ്ങൾ പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ് സാധ്യമാകുന്നത് എന്ന് ഫിലിപ്പ് W. ജാക്സൺ അഭിപ്രായപ്പെടുന്നു. ക്ലാസ് റൂമിൽ പോകുന്നതിന് മുമ്പ് അധ്യാപകൻ നടത്തുന്ന എല്ലാ തയ്യാറെടുപ്പുകളും ഉൾക്കൊള്ളുന്ന ബോധനാസൂത്രണ ഘട്ടമാണ് പ്രാക് പ്രവർത്തന ഘട്ടം, പ്രീ ആക്റ്റീവ് ഫേസ്. ബോധനത്തിൻ്റെ ആസൂത്രണ ഘട്ടമാണിത്. വിഷയാവതരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്ന ഘട്ടത്തിൽ ക്ലാസ്സിൽ ബോധനവുമായി ബന്ധപ്പെട്ട് അധ്യാപകൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന ബോധനാസൂത്രണ ഘട്ടമാണ് പ്രവർത്തന ഘട്ടം, ഇൻട്രാക്റ്റീവ് ഫേസ്. ക്ലാസ് റൂം ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയുടെ പ്രവർത്തനം വിലയിരുത്തുന്ന ഘട്ടമാണ് പ്രവർത്തനാനന്തര ഘട്ടം, പോസ്റ്റ് ആക്റ്റീവ് ഫേസ്. ബോധനത്തിൻ്റെ അവസാന ഘട്ടം. പ്രവർത്തനാനന്തര ഘട്ടത്തിൽ വാചിക പരീക്ഷയിലൂടെയോ എഴുത്തു പരീക്ഷയിലൂടെയോ വിദ്യാർത്ഥികളുടെ പ്രകടനം വിലയിരുത്താവുന്നതാണ്. വിഭവ യൂണിറ്റ്. അധ്യാപകരും മറ്റ് വിദ്യാഭ്യാസ വിചക്ഷണരും തയ്യാറാക്കുന്നതാണ് വിഭവ യൂണിറ്റ്. പാഠഭാഗങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് നൽകുന്ന രൂപരേഖയാണ് വിഭവ യൂണിറ്റ്. വിഭവ യൂണിറ്റിലെ പ്രധാന ഘടകങ്ങൾ: പാഠ്യവസ്തുവിൻ്റെ ഉള്ളടക്കം, ലക്ഷ്യങ്ങളുടെ നിർവചനം, പഠനാനുഭവങ്ങൾ, പഠന വിവരങ്ങളുടെ ശേഖരണം, പ്രശ്നം, മൂല്യനിർണ്ണയം, വിലയിരുത്തൽ. പാഠ്യക്രമം അല്ലെങ്കിൽ സിലബസ് ഒരു പാഠ്യപദ്ധതിയല്ല, പാഠ്യപദ്ധതിയിൽ വരുന്ന ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അധ്യയന വർഷത്തിൽ ക്ലാസ് തുടങ്ങുന്നത് മുതൽ ആ വർഷം അവസാനിക്കുന്നതുവരെ വിദ്യാലയത്തിൻ്റെ കീഴിൽ വരുന്ന വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പാഠാസൂത്രണം. 40-45 മിനിറ്റുള്ള പീരീഡിലേക്കായി തയ്യാറാക്കുന്നതും അധ്യാപകൻ്റെ പഠനബോധന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതുമായ പാഠഭാഗങ്ങളുടെ കൃത്യമായ ബോധനം സാധ്യമാക്കുന്നതാണ് പാഠാസൂത്രണം. ക്ലാസ് റൂം പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അധ്യാപകൻ്റെ മാനസികവും വൈകാരികവുമായ മനോചിത്രീകരണമാണ് പാഠാസൂത്രണം എന്നഭിപ്രായപ്പെട്ടത് G.H. ഗ്രീനിയാണ്. ആത്മവിശ്വാസത്തോടെ ക്ലാസ്സിനെ അഭിമുഖീകരിക്കാൻ മികച്ച പാഠാസൂത്രണം സഹായിക്കും. പാഠഭാഗം രസകരമായി അവതരിപ്പിക്കാനും പുതിയ ബോധന രീതികൾ ചിന്തിച്ച് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനും പാഠാസൂത്രണം സഹായിക്കും. ബോധനം സാമാന്യ രീതികൾ, മാക്സിംസ് ഓഫ് ടീച്ചിങ്. അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക്, ഫ്രം നോൺ ടു അൺനോൺ. കുട്ടികൾക്ക് സ്വാഭാവികമായി അറിയാവുന്ന കാര്യങ്ങളിൽ നിന്നും അറിയാത്തവയിലേക്ക് മുന്നേറുന്ന രീതി.
ലളിതമായവയിൽ നിന്നും സങ്കീർണമായവയിലേക്ക്. ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാടിനനുസരിച്ച് ലളിതമായ കാര്യങ്ങൾ തുടങ്ങി വേണം സങ്കീർണതയിലേക്ക് നീങ്ങാൻ. മൂർത്തമായവയിൽ നിന്നും അമൂർത്തമായവയിലേക്ക്. ഫ്രം കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ്. വസ്തുക്കൾ ആദ്യവും വാക്കുകൾ പിന്നീടും എന്ന രീതിയാണ് ഇവിടെ അവലംബിക്കേണ്ടത്. കുട്ടികൾ പഠനം ആരംഭിക്കേണ്ടത് മൂർത്തമായ വസ്തുതകളിലൂടെയാണ്. പ്രത്യേകമായവയിൽ നിന്നും സാമാന്യമായവയിലേക്ക്. ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ. കുട്ടികൾ പ്രത്യേകമായ ചില അറിവുകൾ വഴി സാമാന്യ തത്വങ്ങളിൽ എത്തിച്ചേരുന്ന പഠനരീതിയാണിത്. ക്ലിപ്തമല്ലാത്തതിൽ നിന്നും ക്ലിപ്തമായതിലേക്ക്. ഫ്രം ഇൻഡെഫിനിറ്റ് ടു ഡെഫിനിറ്റ്. ചിത്രങ്ങൾ, ചാർട്ടുകൾ, ഗ്രാഫുകൾ, ഗ്ലോബുകൾ തുടങ്ങിയവയുടെ സഹായത്തോടെ ക്ലിപ്തമല്ലാത്ത വസ്തുതകളിൽ നിന്നും ക്ലിപ്തമായ വസ്തുതകളിലേക്ക് വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്നു. മനഃശാസ്ത്രപരമായതിൽ നിന്നും യുക്തിയുക്തമായതിലേക്ക്. ഫ്രം സൈക്കോളജിക്കൽ ടു ലോജിക്കൽ. കുട്ടികളുടെ താൽപ്പര്യത്തിനും കഴിവിനും അതീതമായ വിഷയഭാഗത്തിൻ്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ടതാണ് യുക്തിയുക്തമായ അവതരണ ശൈലി. മുഴുവനായവയിൽ നിന്നും ഭാഗങ്ങളിലേക്ക്. ഫ്രം ഓൾ ടു പാർട്സ്. ഭാഗിക പഠനത്തെക്കാൾ യോജ്യമായത് മുഴുവനായുള്ള സമീപനമാണെന്ന് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം അഭിപ്രായപ്പെടുന്നു. തത്വങ്ങൾ മുഴുവനായി സാംശീകരിച്ച ശേഷം ഭാഗങ്ങളാക്കി പഠിക്കുന്ന രീതിയാണിത്. അപഗ്രന്ഥനത്തിൽ നിന്നും ഉദ്ഗ്രന്ഥനത്തിലേക്ക്. ഫ്രം അനാലിസിസ് ടു സിന്തസിസ്. വ്യത്യസ്ത പാഠഭാഗങ്ങളെ അപഗ്രന്ഥിച്ച് പൂർണ്ണമായ ആശയത്തിൽ എത്തിച്ചേരുന്ന രീതി. സമീപസ്ഥമായതിൽ നിന്നും വിദൂരമായതിലേക്ക്. ഫ്രം നിയർ ടു ഫാർ. കുട്ടികൾ തൻ്റെ അടുത്ത ചുറ്റുപാടിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് അവരുടെ വിശാല പഠനം എളുപ്പമാക്കുന്നു. യാഥാർത്ഥ്യമായതിൽ നിന്നും പ്രാതിനിധ്യ സ്വഭാവമുള്ളതിലേക്ക്. ഫ്രം ആക്ച്വൽ ടു റെപ്രസെൻറ്റേറ്റീവ്. യഥാർത്ഥ വസ്തുതകളുടെ പ്രദർശനം കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നു. മുതിർന്ന ക്ലാസ്സുകളിൽ യാഥാർത്ഥ്യമായവയ്ക്ക് പകരം മാതൃകകളോ ചിത്രങ്ങളോ ഉപയോഗിക്കാവുന്നതാണ്. ബോധനോദ്ദേശങ്ങളുടെ വർഗ വിവരണം. ടാക്സോണമി. ബോധനോദ്ദേശങ്ങളുടെ വർഗീകരണ പദ്ധതി ആണ് ടാക്സോണമി. അമേരിക്കയിലെ ഷിക്കാഗോ സർവകലാശാലയിലെ ഡോക്ടർ ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെ നേതൃത്വത്തിൽ പ്രൊഫസർമാരുടെ ഒരു സംഘം 1956 വിദ്യാഭ്യാസോദ്ദേശങ്ങളുടെ ടാക്സോണമിയെ പ്രതിപാദിക്കുന്ന ഏതാനും ഗ്രന്ഥങ്ങൾ രചിച്ചു. ഈ ടാക്സോണമിയിൽ പരാമർശിക്കപ്പെടുന്നത് ബ്ലൂമിൻ്റെ ടാക്സോണമി എന്നാണ്. ബോധനോദ്ദേശങ്ങളെ 3 മേഖല അല്ലെങ്കിൽ ഡൊമൈനുകളായി വർഗീകരിക്കുന്നു. വൈജ്ഞാനിക മേഖല, വൈകാരിക മേഖല, മനഃചാലക മേഖല. വൈകാരിക മേഖല കോഗ്നിറ്റീവ് ഡൊമൈൻ. വിജ്ഞാനം, ആശയഗ്രഹണം, പ്രയോഗം, അപഗ്രന്ഥനം, ഉദ്ഗ്രന്ഥനം, മൂല്യനിർണ്ണയം. വൈകാരിക മേഖല അഫക്റ്റീവ് ഡൊമൈൻ. സ്വീകരണം, പ്രതികരണം, വില കൽപ്പിക്കൽ, സംഘാടനം, സ്വാഭാവിക ശൈലി. മനഃചാലക മേഖല സൈക്കോ മോട്ടോർ ഡൊമൈൻ. ഇന്ദ്രിയാനുഭൂതി, നില, മാർഗദർശിത പ്രതികരണം, പ്രവർത്തന തന്ത്രം, സങ്കീർണ ബാഹ്യ പ്രതികരണം, സമായോജനം, മൗലിക സൃഷ്ടി. അറിവ് സംസ്കരിക്കുകയും സ്വീകരിക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ബൗദ്ധിക ശേഷികളുടെ വികസനം കൈകാര്യം ചെയ്യുന്ന ഉദ്ദേശങ്ങളാണ് വൈജ്ഞാനിക മേഖല കോഗ്നിറ്റീവ് ഡൊമൈൻ. ആസ്വാദനം, താൽപ്പര്യങ്ങൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈകാരിക ഭാവങ്ങളുടെ അപലക്ഷണീയമായ വ്യതിയാനങ്ങൾ പരിഗണിക്കുന്ന ഉദ്ദേശങ്ങളാണ് വൈകാരിക മേഖല അല്ലെങ്കിൽ അഫക്റ്റീവ് ഡൊമൈൻ. കായികവും പ്രവർത്തനപരവുമായ നൈപുണികളുടെ വികസനം ഉൾക്കൊള്ളുന്ന ഉദ്ദേശങ്ങളാണ് മനഃചാലക മേഖല സൈക്കോ മോട്ടോർ ഡൊമൈൻ. മുൻപ് പഠിച്ച പാഠ്യവസ്തുവിൻ്റെ സ്മരണയാണ് വിജ്ഞാനം അല്ലെങ്കിൽ നോളജ്. പ്രസക്തമായ പാഠ്യവസ്തുവിൻ്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള ശേഷിയാണ് ആശയഗ്രഹണം അണ്ടർസ്റ്റാൻഡിങ്. പഠിച്ച കാര്യങ്ങൾ നൂതനവും വസ്തുനിഷ്ഠവുമായ സന്ദർഭങ്ങൾ ഉപയോഗിക്കാനുള്ള ശേഷിയാണ് ഉപയോഗം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ. പാഠ്യവസ്തുക്കളെ അവയുടെ ഘടനാ സ്വഭാവം ഗ്രഹിക്കാൻ വേണ്ടി ഘടകങ്ങളാക്കി
അർത്ഥപൂർണമായ രീതിയിൽ പിരിച്ചെടുക്കാനുള്ള ശേഷിയാണ് അപഗ്രന്ഥനം അല്ലെങ്കിൽ അനാലിസിസ്. അംശങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയൊരു സമഗ്ര രൂപം സൃഷ്ടിക്കാനുള്ള ശേഷിയാണ് ഉത്ഗ്രന്ഥനം സിന്തസിസ്. ഒരു പദാർത്ഥത്തിൻ്റെയോ പ്രതിഭാസത്തിൻ്റെയോ മൂല്യം ശരിയായി നിർണ്ണയിക്കാനുള്ള ശേഷിയാണ് മൂല്യനിർണ്ണയം ഇവാലുവേഷൻ. ഒരു പ്രത്യേക പ്രതിഭാസത്തെയോ ചോദകത്തെയോ ശ്രദ്ധിക്കാനുള്ള പഠിതാവിൻ്റെ സന്നദ്ധതയാണ് സ്വീകരണം റിസീവിങ്. പഠന പ്രക്രിയയിൽ പഠിതാവിൻ്റെ സജീവമായ പങ്കാളിത്തമാണ് പ്രതികരണം റെസ്പോണ്ടിങ്. പഠിതാവ് ഒരു പ്രത്യേക പദാർത്ഥത്തിനോ പ്രതിഭാസത്തിനോ വ്യവഹാരത്തിനോ കൽപ്പിക്കുന്ന മൂല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വില കൽപ്പിക്കൽ വാല്യൂവിങ്. വിവിധ മൂല്യങ്ങളെ അവ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ പരിഹരിച്ച് ഒത്തിണക്കുന്നതാണ് സംഘാടനം അല്ലെങ്കിൽ ഒത്തിണക്കം ഓർഗനൈസേഷൻ. വ്യക്തി തൻ്റെ വ്യവഹാരങ്ങളെ ദീർഘമായ കാലയളവിൽ നിയന്ത്രിച്ചു പോരുന്ന ഒരു മൂല്യസംഘാതം ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നതാണ് മൂല്യത്തിൻ്റെയോ സംഘാതത്തിൻ്റെയോ ഫലമായി നടക്കുന്ന സ്വാഭാവിക വ്യവഹാര ശൈലി രൂപവൽക്കരണം ക്യാരക്ടറൈസേഷൻ ബൈ എ വാല്യൂ കോംപ്ലക്സ്. പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സൂചകങ്ങൾ കിട്ടാൻ വേണ്ടി ബോധനേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതാണ് ഇന്ദ്രിയാനുഭൂതി പെർസെപ്ഷൻ. പ്രത്യേക തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവാണ് നില അഥവാ സന്നദ്ധത സെറ്റ്. സങ്കീർണ നൈപുണിയുടെ പഠനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രസക്തമാകുന്നതാണ് മാർഗനിർദ്ദേശത്തിനൊത്ത പ്രതികരണം ഗൈഡഡ് റെസ്പോൺസ്. പഠിച്ച പ്രതികരണങ്ങൾ ശീലമാക്കി മാറ്റി ബന്ധപ്പെട്ട ചലനങ്ങൾ ആത്മവിശ്വാസത്തോടെയും അല്പം വൈവിധ്യത്തോടെയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് പ്രവർത്തന തന്ത്രം മെക്കാനിസം. സങ്കീർണ ചലന മാതൃകകൾ ഉൾപ്പെട്ട പേശി പ്രവർത്തനങ്ങളുടെ നിപുണമായ പ്രദർശനമാണ് സങ്കീർണ ബാഹ്യ പ്രതികരണം കോംപ്ലക്സ് ഓവേർട്ട് റെസ്പോൺസ്. പ്രത്യേക ആവശ്യങ്ങൾക്കൊത്തോ ഒരു പ്രശ്ന സന്ദർഭത്തിന് പരിഹാരം കാണാൻ വേണ്ടിയോ വ്യക്തിക്ക് ചലനക്രമം മാറ്റാൻ കഴിയുന്ന വിധം അങ്ങേയറ്റം നൈപുണികളോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സമായോജനം അഡാപ്റ്റേഷൻ. ഒരു പ്രത്യേക സന്ദർഭത്തിനോ പ്രത്യേക പ്രശ്നത്തിനോ ഒത്ത് നൂതന ചലന മാതൃകകൾ സൃഷ്ടിക്കുന്ന പ്രവൃത്തിയാണ് മൗലിക സൃഷ്ടി ഒറിജിനേഷൻ. അധ്യാപകൻ്റെ ആസൂത്രണം. അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നടത്തുന്ന തയ്യാറെടുപ്പാണ് ആസൂത്രണം. ആസൂത്രണം 3 വിധമുണ്ട്: വാർഷികാസൂത്രണം, യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള സമഗ്രാസൂത്രണം, ദൈനംദിനാസൂത്രണം. ഒരു അധ്യയന വർഷത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി നടപ്പിലാക്കേണ്ട പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണം വാർഷികാസൂത്രണം. ഓരോ ക്ലാസ്സിനും വേണ്ടി അധ്യാപകൻ നടത്തുന്ന സൂക്ഷ്മ ആസൂത്രണമാണ് ദൈനംദിനാസൂത്രണം. ഓരോ യൂണിറ്റിലെയും പാഠങ്ങൾ, അവയുടെ വ്യവഹാര രൂപം, സാഹിത്യകാരന്മാർ, കുട്ടിയിൽ ഉറപ്പിക്കേണ്ട ധാരണകൾ, ശേഷികൾ, മനോഭാവങ്ങൾ, അതിനുവേണ്ടി ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ, ശ്രവണം, ഭാഷണം, വായന, ലേഖനം, സർഗാത്മക രചന, ഇവയ്ക്കുള്ള അവസരങ്ങൾ, പരിഗണിക്കേണ്ട ഭാഷാ വ്യവഹാര രൂപങ്ങൾ, ഇവ തിരിച്ചറിഞ്ഞ് പഠനത്തിന് സഹായകമായ സാമഗ്രികൾ ഏതൊക്കെയെന്ന് സമഗ്രമായി കണ്ടെത്തുന്നതാണ് സമഗ്രാസൂത്രണം. സമഗ്രാസൂത്രണത്തെ അടിസ്ഥാനമാക്കി അതിനെ ക്രമാനുഗതമായി ഓരോ ദിവസവും ക്ലാസ്സിൽ ചെയ്യേണ്ടുന്ന പ്രവർത്തനമാക്കി എഴുതുന്നതാണ് ദൈനംദിനാസൂത്രണം. ദൈനംദിനാസൂത്രണം രേഖപ്പെടുത്തി വയ്ക്കുന്നതാണ് ടീച്ചിങ് മാനുവൽ. ടീച്ചിങ് മാനുവലിൻ്റെ ഇടതുവശത്ത് പ്രവർത്തനത്തിൻ്റെ ഘട്ടങ്ങൾ വിശദമാക്കി എഴുതുന്നതാണ് പ്രക്രിയ പേജ്. പഠന പ്രവർത്തനം ക്ലാസ് മുറിയിൽ നടപ്പിലാക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും നേരിടുന്ന പ്രശ്നങ്ങൾ, കുട്ടികളെ സംബന്ധിച്ച വിലയിരുത്തൽ, സ്വയം വിലയിരുത്തൽ, അധ്യാപികയുടെ കണ്ടെത്തലുകൾ, തിരിച്ചറിവുകൾ, തുടർ പ്രവർത്തന സാധ്യത തുടങ്ങിയവ വലതുഭാഗത്ത് എഴുതി വയ്ക്കുന്നതാണ് വിലയിരുത്തൽ പേജ്. വിലയിരുത്തലുകൾ ക്രോഡീകരിച്ച് തയ്യാറാക്കുന്നതാണ് പ്രതിഫലനാത്മക കുറിപ്പ് റിഫ്ലക്ഷൻ നോട്ട്സ്. അനുഭവങ്ങളുടെ പങ്കുവയ്ക്കലിനും ഫലപ്രദമായ ആസൂത്രണത്തിനുമായി അധ്യാപകർക്ക് നിരന്തരമായി ലഭിക്കുന്ന വേദികളാണ് ക്ലസ്റ്റർ യോഗങ്ങൾ. ഉത്ഗ്രന്ഥിത പഠനം. പ്രൈമറി ക്ലാസ്സുകൾ വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നില്ല. പുതിയ സമീപനമനുസരിച്ച് 1-2 ക്ലാസ്സുകൾ ഉത്ഗ്രന്ഥിത സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഭാഷ, ശാസ്ത്രം, ഗണിതം, സംഗീതം, പ്രവൃത്തി പരിചയം, കലാപഠനം തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഏതെങ്കിലും ഒരു ആശയത്തെ മുൻനിർത്തി
പ്രകൃത്യാനുകൂലമായി പരസ്പരം ബന്ധിപ്പിച്ചു കൊണ്ടുപോകുന്ന പഠന രീതിയാണ് ഉത്ഗ്രന്ഥിത പഠനം. വിഷയാധിഷ്ഠിതമായ പാഠ്യപദ്ധതി ഇല്ലാത്തതാണ് ഉത്ഗ്രന്ഥിത പഠനം. കുട്ടിയിലുണ്ടാവേണ്ട പഠന നേട്ടങ്ങൾ ലക്ഷ്യം വച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പഠന പ്രവർത്തനങ്ങൾ എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തി എന്നറിയേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി നടത്തുന്നതാണ് വിലയിരുത്തൽ. പഠന നേട്ടങ്ങളും സവിശേഷതകളും: അറിവ്, ശേഷികൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നത്, നിരീക്ഷിക്കാവുന്നതും അളക്കാൻ കഴിയാവുന്നതും ഹ്രസ്വവും ദീർഘവുമായ കാലങ്ങൾ നേടുന്നവ. മാപനവും മൂല്യനിർണ്ണയവും: മെഷർമെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ. ഒരു വ്യക്തിയുടെ പ്രത്യേക വ്യവഹാരത്തിൻ്റെ അളവിനെ സംഖ്യാരൂപത്തിൽ പ്രതിനിധീകരിക്കുന്ന പ്രക്രിയയാണ് മാപനം. നിരീക്ഷണം, ചോദ്യാവലി, അഭിമുഖം തുടങ്ങി വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് മാപനം നടത്താം. മാപനം എന്നത് പാരിമാണികമാണ്. ഭൂതം, ഭാവി പ്രകടനങ്ങളെ പരിഗണിക്കാതെ എത്രത്തോളം എന്ന ചോദ്യത്തിനുത്തരം മാത്രമാണ് മാപനം. മാപനം വസ്തുനിഷ്ഠമാണ്. മാപനം ശാസ്ത്രീയവും കൃത്യതയുമുള്ളതുമാണ്. ഇത് തുടർ പ്രക്രിയ അല്ല. മൂല്യനിർണ്ണയത്തിന് വേണ്ടി വരുന്ന ഒരു മുൻ ഉപാധിയാണ് മാപനം. ഉദ്ദേശങ്ങൾ രൂപവൽക്കരിക്കുക, പഠനാനുഭവങ്ങൾ നൽകുക, മൂല്യനിർണ്ണയം നടത്തുക എന്നീ 3 പ്രവർത്തനങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ശോധകവും മാപനവുമെല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ അർത്ഥമാണ് മൂല്യനിർണ്ണയത്തിനുള്ളത്. ഭൂത, വർത്തമാന, ഭാവി പ്രകടനങ്ങളെ ഗുണാത്മകമായി വിലയിരുത്തുകയാണ് മൂല്യനിർണ്ണയം. മൂല്യനിർണ്ണയം വ്യക്തിനിഷ്ഠമാണ്. ഇത് ഗുണപരമായ വിലയിരുത്തലാണ്. എത്രത്തോളം നല്ലതാണ് എന്നതാണ് ഇതിൽ പരാമർശിക്കുന്നത്. മൂല്യനിർണ്ണയം ഒരു തുടർ പ്രക്രിയയാണ്. മൂല്യനിർണ്ണയത്തിൻ്റെ പരിധി വളരെ വിശാലവുമാണ്. അധ്യയനത്തെ ഫലപ്രദമാക്കുന്നതുപോലെ തന്നെ വിലയിരുത്താനും സഹായിക്കുന്നത് വാചികമായ ചോദ്യങ്ങളാണ്. വിവിധതരം മൂല്യനിർണ്ണയം: സംരചനാ മൂല്യനിർണ്ണയം, ഫോർമാറ്റീവ് ഇവാലുവേഷൻ; ആത്യന്തിക മൂല്യനിർണ്ണയം, സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഒരേ സമയം അധ്യാപകനും വിദ്യാർത്ഥിക്കും പ്രതിപുഷ്ടി അല്ലെങ്കിൽ ഫീഡ്ബാക്ക് നൽകുന്നത് സംരചനാ മൂല്യനിർണ്ണയമാണ്. പോരായ്മകളെ അപ്പോൾ പരിഹരിക്കാവുന്ന മൂല്യനിർണ്ണയ രീതിയാണ് സംരചനാ മൂല്യനിർണ്ണയം. നിരന്തരമായി നടക്കുന്ന വിലയിരുത്തലാണ് സംരചനാ മൂല്യനിർണ്ണയം. ഒരു യൂണിറ്റോ പാഠഭാഗമോ പഠിപ്പിച്ച് തീർത്തതിനു ശേഷം നടത്തുന്ന മൂല്യനിർണ്ണയമാണ് ആത്യന്തിക മൂല്യനിർണ്ണയം. വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്താൻ നടത്തുന്നത് ആത്യന്തിക മൂല്യനിർണ്ണയമാണ്. ഒരധ്യായത്തിൻ്റെയോ ഒരു ടേമിൻ്റെയോ കോഴ്സിൻ്റെയോ അന്ത്യത്തിൽ നടത്തുന്ന മൂല്യനിർണ്ണയമാണ് ആത്യന്തിക മൂല്യനിർണ്ണയം. ഗ്രേഡുകൾ നൽകാനും ഉയർന്ന ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നൽകാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ആത്യന്തിക മൂല്യനിർണ്ണയം. ഘട്ടം ഘട്ടമായി നടക്കുന്ന വിലയിരുത്തലാണ് ആത്യന്തിക മൂല്യനിർണ്ണയം. മൂല്യനിർണ്ണയ ഉപകരണങ്ങൾ: മൂല്യനിർണ്ണയ ഉപകരണങ്ങളെ 6 തരംതിരിക്കുന്നു. ചെക്ക് ലിസ്റ്റ്, സഞ്ചിത ലേഖം, കുമുലേറ്റീവ് റെക്കോർഡ്, റേറ്റിംഗ് സ്കെയിൽ, ശോകകങ്ങൾ അല്ലെങ്കിൽ ടെസ്റ്റ്, ഇൻവെൻട്രി, ഉപാഖ്യാന രേഖ, അനഡോക്ടർ. ചെക്ക് ലിസ്റ്റ് കുട്ടികളുടെ വ്യക്തിത്വ സവിശേഷതകൾ വിലയിരുത്തുന്നതിനുള്ള ഒരു ദ്വിമാന പട്ടിക. സഞ്ചിത ലേഖം കുട്ടികളുടെ ശാരീരികവും മാനസികവും പഠനപരവുമായ ഘടകങ്ങളെ വിലയിരുത്തി രേഖപ്പെടുത്തുന്നു. റേറ്റിംഗ് സ്കെയിൽ കുട്ടികളുടെ ഒരു സ്വഭാവം കുട്ടിയിൽ ഏത് നിലവാരത്തിൽ കാണുന്നു എന്ന് നിർണ്ണയിക്കാൻ. ശോധകങ്ങളെ 3 തരംതിരിക്കുന്നു. വാചിക ശോധകം ഓറൽ ടെസ്റ്റ്, ലിഖിത ശോധകം റിട്ടേൺ ടെസ്റ്റ്, നിർവഹണ ശോധകം പെർഫോമൻസ് ടെസ്റ്റ്. ഇൻവെൻട്രി കുട്ടികളുടെ താൽപ്പര്യങ്ങൾ, അഭിരുചികൾ, വ്യക്തിത്വ സവിശേഷതകൾ ഇവ നിർണ്ണയിക്കുന്നു. ഉപാഖ്യാന രേഖ അനഡോക്ടർ ക്ലാസ്സിനകത്തും പുറത്തു നടക്കുന്ന കുട്ടികളുടെ വിവിധങ്ങളായ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. ശോധകങ്ങൾ ബോധന പ്രക്രിയ നടക്കുന്ന സമയത്തോ അതിനുശേഷമോ പഠിതാക്കളിൽ നിന്നും ഉദ്ദേശിച്ച പ്രതികരണങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ചോദ്യാവലിയാണ് ശോധകങ്ങൾ. പരീക്ഷകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള സംഭാഷണത്തെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥിയുടെ കഴിവ്
വിലയിരുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മൂല്യനിർണ്ണയ ഉപാധിയാണ് വാചിക ശോധകം, ഓറൽ ടെസ്റ്റ്. വാചിക ശോധകത്തിൻ്റെ പ്രധാന ലക്ഷ്യം ചിട്ടയോടെയും സമർത്ഥമായും അറിവ് അവതരിപ്പിക്കാനുള്ള വിദ്യാർത്ഥിയുടെ കഴിവ് വിലയിരുത്തുക എന്നതാണ്. വിദ്യാർത്ഥി ചില ചോദ്യങ്ങൾക്ക് രേഖാമൂലം ഉത്തരം നൽകുന്നതിലൂടെ നടത്തുന്ന മൂല്യനിർണ്ണയ രീതിയാണ് ലിഖിത ശോധകം, റിട്ടേൺ ടെസ്റ്റ്. വിദ്യാർത്ഥികൾ അവരുടെ അറിവ്, കഴിവുകൾ എന്നിവ ആധികാരിക പ്രശ്നങ്ങളിൽ എത്ര നന്നായി പ്രയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയ രീതിയാണ് നിർവഹണ ശോധകം, പെർഫോമൻസ് ടെസ്റ്റ്. ഒരു നല്ല ശോധകത്തിൻ്റെ ഗുണങ്ങൾ: സാധുത, വാലിഡിറ്റി, വിശ്വാസ്യത, റിലയബിലിറ്റി, പ്രായോഗികം, പ്രാക്ടിക്കബിലിറ്റി, വസ്തുനിഷ്ഠത, ഒബ്ജക്റ്റിവിറ്റി, വ്യവച്ഛേദനശേഷി, ഡിസ്ക്രിമിനേറ്റിംഗ് പവർ, ഉദ്ദേശാധിഷ്ഠിത സ്വഭാവം, ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ്, സമഗ്രത, കോംപ്രഹെൻസീവ്നെസ്, താരതമ്യക്ഷമത, കമ്പാരറ്റബിലിറ്റി, പ്രയോജനക്ഷമത, യൂട്ടിലിറ്റി. ഒരു ശോധകം എന്ത് നിർണ്ണയിക്കാനാണോ ഉദ്ദേശിക്കുന്നത് അത് നിർണ്ണയിക്കാനുള്ള കഴിവ് ശോധകത്തിനുണ്ടെങ്കിൽ അതാണ് സാധുത. ശോധക ഫലത്തിൻ്റെ സ്ഥിരതയാണ് വിശ്വാസ്യത. ഒരു നല്ല ശോധകം എല്ലാ സന്ദർഭങ്ങളിലും പ്രയോഗിക്കത്തക്ക രീതിയിൽ സമയം, സ്ഥലം, സാമ്പത്തികം എന്നിവയിൽ മെച്ചപ്പെട്ടതായിരിക്കുമെന്നതാണ് പ്രായോഗികം. ഒരു ചോദ്യത്തിൻ്റെ അർത്ഥവ്യാപ്തി വ്യാഖ്യാനിക്കുന്നതിലും ഉത്തരത്തിന് മാർക്കിടുന്നതിലും വ്യക്തികളുടെ ആത്മപരത സ്വാധീനം ചെലുത്താത്തതാണ് വസ്തുനിഷ്ഠത. ഒരു ക്ലാസ്സിലെ വിവിധ നിലവാരത്തിലുള്ള വിദ്യാർത്ഥികളെ വേർതിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയാണ് വ്യവച്ഛേദനശേഷി. ചോദകത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള രൂപരേഖയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ആപേക്ഷിക പ്രാധാന്യം നൽകുന്നതാണ് ഉദ്ദേശാധിഷ്ഠിത സ്വഭാവം. ശോധകം പാഠ്യക്രമത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും പ്രസക്തമായ എല്ലാ പാഠ്യാശയങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്നത് സമഗ്രതയാണ്. താരതമ്യക്ഷമത ഉറപ്പാക്കുന്ന മാർഗങ്ങൾ: സമാന നിലവാരത്തിലുള്ള ശോധകങ്ങൾ ലഭ്യമാക്കുക, അനുയോജ്യമായ മാനകങ്ങൾ ലഭ്യമാക്കുക. ശോധകം ആലോചിച്ചുറപ്പിച്ച ഉദ്ദേശങ്ങൾക്കനുസരിച്ച് നിർമ്മിക്കുകയും ഉന്നതമാക്കിയ ഫലങ്ങൾ നേടാൻ കഴിയുമാറ് ശോധക ഫലങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതാണ് പ്രയോജനക്ഷമത. വ്യത്യസ്ത തരം ശോധകങ്ങൾ: മാനകീകൃത ശോധകങ്ങൾ, അധ്യാപക നിർമ്മിതി ശോധകങ്ങൾ, നിദാന ശോധകങ്ങൾ, സിദ്ധിശോധകങ്ങൾ, പ്രോഗ്നോസ്റ്റിക് ശോധകങ്ങൾ. മാനകീകൃത ശോധകങ്ങൾ, സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്. ഒരു അംഗീകൃത പൊതുനിലവാരത്തെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളെ വിലയിരുത്തുന്ന പരീക്ഷകളാണ് മാനകീകൃത ശോധകങ്ങൾ. വ്യത്യസ്ത വിഭാഗങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലും സമയങ്ങളിലും നടത്താവുന്ന ശോധകങ്ങളാണ് മാനകീകൃത ശോധകങ്ങൾ. വിദ്യാർത്ഥികളുടെ കഴിവുകളെ താരതമ്യം ചെയ്ത് ഗ്രേഡ് നൽകാൻ ഉപയോഗിക്കുന്ന പരീക്ഷയാണ് മാനകീകൃത പരീക്ഷ. മാനകീകൃത പരീക്ഷകൾക്കുദാഹരണം വ്യക്തിത്വ പരീക്ഷകൾ, സിദ്ധി പരീക്ഷകൾ, അഭിരുചി പരീക്ഷകൾ. അധ്യാപക നിർമ്മിത ശോധകങ്ങൾ, ടീച്ചർ മെയ്ഡ് ടെസ്റ്റ്. ഒരു ക്ലാസ് റൂം ആവശ്യത്തിനായി മാത്രം ഒരു പ്രത്യേക അധ്യാപകൻ നിശ്ചിത സമയത്തേക്ക് വേണ്ടി തയ്യാറാക്കുന്ന ശോധകങ്ങൾ ആണ് അധ്യാപക നിർമ്മിത ശോധകങ്ങൾ. അധ്യാപക നിർമ്മിത ശോധകത്തിൻ്റെ പ്രയോജനങ്ങൾ: പഠനത്തിൻ്റെ ദൈനംദിന പുരോഗതി അളക്കൽ, വിദ്യാർത്ഥികളുടെ ധാരണാശക്തി അളക്കൽ, വിദ്യാർത്ഥികളുടെ നിലവാരം അറിയാനും മോശപ്പെട്ട പ്രവർത്തനങ്ങളുടെ കാരണം കണ്ടെത്തി അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ. നിദാന ശോധകങ്ങൾ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. പഠന പ്രക്രിയകൾക്കിടയിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ദൗർബല്യങ്ങളും പ്രയാസങ്ങളും കണ്ടെത്തി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കുന്ന ശോധകങ്ങളാണ് നിദാന ശോധകങ്ങൾ. പ്രയാസമുള്ള ഭാഗങ്ങൾ കണ്ടെത്തി അവയിൽ നിന്നു മാത്രം ചോദ്യങ്ങൾ ചോദിക്കുന്ന ശോധകമാണ് നിദാന ശോധകം. പഠനരീതിയിലുള്ള കുറവുകളെ മനസ്സിലാക്കാനും അവയെ തരണം ചെയ്യാനും വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ശോധകമാണ് നിദാന ശോധകം. നിദാന ശോധകത്തിൻ്റെ പ്രധാന ലക്ഷ്യം പരിഹാര ബോധനമാണ്. വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ നൈപുണി വികസനത്തിന് സഹായിക്കുന്ന ശോധകമാണ് നിദാന ശോധകം. സിദ്ധിശോധകങ്ങൾ, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ഒരു പ്രത്യേക പാഠഭാഗം അഭ്യസിച്ച് കഴിഞ്ഞ ശേഷം അധ്യാപന രീതിയിലൂടെ
കുട്ടികൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ പരിശോധിക്കുന്നതിന് തയ്യാറാക്കുന്ന പരീക്ഷയാണ് സിദ്ധിശോധകങ്ങൾ. സിദ്ധിശോധകത്തിന് ഉദാഹരണങ്ങൾ വാചിക പരീക്ഷ, എഴുത്തു പരീക്ഷ, ബുദ്ധി പരീക്ഷ, നൈപുണ്യ പരീക്ഷ. സിദ്ധിശോധകങ്ങളുടെ ധർമ്മം: അധ്യയന രീതി കൂടുതൽ കാര്യക്ഷമമാക്കുക. വിദ്യാർത്ഥികളുടെ ആശയഗ്രഹണം, അറിവ്, കഴിവുകൾ തുടങ്ങിയവ വിലയിരുത്താൻ സഹായിക്കുന്നത് സിദ്ധിശോധകമാണ്. സിദ്ധിശോധകങ്ങൾക്ക് സമയക്ലിപ്തത ഉണ്ട്. സിദ്ധിശോധകത്തിൻ്റെ നിർമ്മാണം: ശോധകാസൂത്രണം, ബോധനോദ്ദേശങ്ങൾ, ഉള്ളടക്കം, രൂപരേഖ തയ്യാറാക്കൽ, ശോധകത്തിൻ്റെ കാഠിന്യം, ബ്ലൂ പ്രിൻ്റ്, ചോദ്യം തയ്യാറാക്കൽ, ചോദ്യാപഗ്രഥനം. സിദ്ധിശോധക നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകം ശ്രദ്ധാപൂർവമായ ശോധകാസൂത്രണം. ബോധനോദ്ദേശങ്ങളെ സാധൂകരിക്കത്തക്ക രീതിയിലാവണം സിദ്ധിശോധകങ്ങൾ തയ്യാറാക്കേണ്ടത്. ബുദ്ധിശോധകങ്ങൾ: പ്രതിഭാസമ്പന്നരെ തിരഞ്ഞെടുക്കുന്നതിനായി ബുദ്ധി നിലവാരം അളക്കുന്നതിനുള്ള ടെസ്റ്റാണ് ബുദ്ധിശോധകങ്ങൾ. ശോധകത്തിൽ ചേർത്തിരിക്കുന്ന വിഷയവിവരമാണ് ഉള്ളടക്കം. ഉദ്ദേശ്യങ്ങൾക്കും ഉള്ളടക്കത്തിനുമുള്ള പ്രാധാന്യം കണക്കിലെടുത്ത് തയ്യാറാക്കേണ്ടതാണ് ചോദ്യമാതൃക. ചോദ്യങ്ങളുടെ കാഠിന്യത്തിൻ്റെ ആപേക്ഷിക പ്രാധാന്യം കണക്കാക്കേണ്ടതാണ്. സങ്കീർണ നൈപുണികൾ അളക്കാൻ ഉപയോഗിക്കുന്ന ചോദ്യമാതൃക ഉപന്യാസ മാതൃകയാണ്. ലളിത നൈപുണികൾ അളക്കാൻ ഉപയോഗിക്കുന്നത് വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യങ്ങളാണ്. വളരെ എളുപ്പം, ശരാശരി, കാഠിന്യം എന്നിങ്ങനെ 3 വിഭാഗം ചോദ്യങ്ങൾ സന്തുലിതമായി ഉപയോഗിച്ച് ശോധകത്തെ ഫലപ്രാപ്തിയിൽ എത്തിക്കാം. ശോധകത്തിൻ്റെ ഉദ്ദേശ്യങ്ങൾ, ഉള്ളടക്കം, ചോദ്യമാതൃകകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ത്രിമാന ചാർട്ടാണ് ബ്ലൂ പ്രിൻ്റ്. ആകെ ചോദ്യങ്ങളുടെ എണ്ണം, ആകെ മാർക്ക്, ഓരോ യൂണിറ്റിൽ നിന്നുമുള്ള ചോദ്യങ്ങളുടെ എണ്ണം, വിവിധ ചോദ്യങ്ങൾ കൈവരിക്കുന്ന ഉദ്ദേശ്യങ്ങൾ, അവയുടെ പ്രാധാന്യം എന്നിവയെല്ലാം മനസ്സിലാക്കുന്നത് ബ്ലൂ പ്രിൻ്റിലൂടെയാണ്. ബ്ലൂ പ്രിൻ്റ് അനുസരിച്ച് വിവിധ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാവുന്നതാണ്. ചോദ്യങ്ങളുടെ ക്രമീകരണം: വസ്തുനിഷ്ഠം, ഹ്രസ്വോത്തരം, ഉപന്യാസ മാതൃക. പരീക്ഷ നടത്തിക്കഴിഞ്ഞാൽ ഉത്തര പരിശോധനയ്ക്കായി തയ്യാറാക്കേണ്ടതാണ് മാർഗരേഖ. ബ്ലൂ പ്രിൻ്റിൽ പറഞ്ഞിരിക്കുന്ന ആപേക്ഷിക പ്രാധാന്യം ചോദ്യങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് ചോദ്യാപഗ്രഥനം. പ്രോഗ്നോസ്റ്റിക് ശോധകങ്ങൾ. പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്: ചില പ്രത്യേക രംഗങ്ങളിൽ കുട്ടികളുടെ ഭാവി പ്രകടനങ്ങൾ വിലയിരുത്തുന്നതിനായി തയ്യാറാക്കുന്ന ശോധകങ്ങളാണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. പ്രോഗ്നോസ്റ്റിക് ശോധകങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ: ക്ലറിക്കൽ അഭിരുചി, സംഗീതാഭിരുചി, ശാസ്ത്ര സംബന്ധമായ അഭിരുചി. മറ്റു പരീക്ഷകൾ: പ്രകടന പരീക്ഷകൾ, പെർഫോമൻസ് എക്സാംസ്. എഴുത്ത് പരീക്ഷയിലൂടെ വിലയിരുത്താൻ കഴിയാത്ത പഠന നേട്ടങ്ങൾ പ്രകടന പരീക്ഷയിലൂടെ വിലയിരുത്തുന്നു. ഉദാഹരണം: ഒരു കവിത ചൊല്ലാനുള്ള ശേഷിയാണ് വിലയിരുത്തുന്നതെങ്കിൽ പഠിതാവ് കവിത ചൊല്ലുകയും അതിനെ മറ്റുള്ളവർ വിലയിരുത്തൽ സൂചകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും ചെയ്യുന്നു. വാചിക പരീക്ഷകൾ, ഓറൽ എക്സാംസ്. എഴുത്ത് പരീക്ഷയിൽ പഠിതാക്കൾ തങ്ങളുടെ ആശയങ്ങൾ എഴുതി പ്രകടിപ്പിക്കുമ്പോൾ വാചിക പരീക്ഷയിൽ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണം: അഭിമുഖം. ഓൺലൈൻ പരീക്ഷകൾ, ഓൺലൈൻ എക്സാംസ്. പഠിതാക്കൾക്ക് അവരുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഒരു പ്രത്യേക മേഖലയുമായി ബന്ധപ്പെടുത്തി ഓൺലൈനിലൂടെ നടത്തുന്ന പരീക്ഷ. ഓൺ ഡിമാൻഡ് പരീക്ഷകൾ, ഓൺ ഡിമാൻഡ് എക്സാംസ്. പഠിതാവ് ഡിമാൻഡ് ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രം നടത്തുന്ന പരീക്ഷ. തുറന്ന പുസ്തക പരീക്ഷ, OTE, ഓപ്പൺ ടെക്സ്റ്റ് എക്സാമിനേഷൻ. കുട്ടികൾക്ക് അവരുടെ പാഠപുസ്തകങ്ങൾ, നോട്ട് ബുക്കുകൾ, മറ്റു സാമഗ്രികൾ തുടങ്ങിയവ പരീക്ഷാ സന്ദർഭത്തിൽ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന പരീക്ഷ. പഠനോപകരണങ്ങളും സാമഗ്രികളും സഹായികളും ക്ലാസ്സിൽ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ രൂപീകരിക്കാവുന്ന ആശയങ്ങൾ: അബാക്കസ്, സംഖ്യാബോധം, ഗ്ലോബ്, ഭ്രമണം, പരിക്രമണം, വൻകരകൾ തുടങ്ങിയവ. ശുചിത്വവുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലിപ്സ്, ശുചിത്വബോധം. കവികളുടെ പ്രധാനപ്പെട്ട വരികളുടെ ശേഖരം, കവിതയിലെ ഈണം, ഭാവം, കവികളോടും താൽപ്പര്യം. ഇന്ത്യയുടെ കാലാവസ്ഥാ ഭൂപടം, വിവിധ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥ താരതമ്യം ചെയ്ത് നിഗമനത്തിലെത്തിച്ചേരൽ. പഠനോപകരണങ്ങളുടെയും സാമഗ്രികളുടെയും സവിശേഷതകൾ.
വ്യത്യസ്തതരം ചോദ്യ മാതൃകകൾ. വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യങ്ങൾ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഐറ്റംസ്. ഒറ്റ വാക്കിലോ ചെറിയ വാചകങ്ങളിലോ ഉത്തരമെഴുതുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യങ്ങൾ. വളരെ മൂല്യമുള്ളതും സമയം ലാഭിക്കുന്നതുമായ ചോദ്യങ്ങളാണ് വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യങ്ങൾ. സമഗ്രതയുള്ളതും പക്ഷപാതരഹിതവും ആത്മനിഷ്ഠവുമായ ചോദ്യങ്ങളാണ് വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യങ്ങൾ. ഉയർന്ന ഭാഷാ പ്രാവീണ്യം പരിഗണിക്കാത്ത ചോദ്യങ്ങൾ, വിമർശന ചിന്ത, യുക്തിചിന്ത തുടങ്ങിയ ഭാവങ്ങൾ വളർത്താൻ അഭികാമ്യമല്ലാത്ത ചോദ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യങ്ങൾ. ഹാസ്യോത്തര മാതൃകാ ചോദ്യങ്ങൾ. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. 1-2 വാക്കുകളിലോ വാക്യങ്ങളിലോ ഉത്തരമെഴുതുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഹസ്വോത്തര മാതൃകാ ചോദ്യങ്ങൾ. ഉപന്യാസ മാതൃകകളേക്കാൾ വസ്തുനിഷ്ഠമായ ചോദ്യങ്ങളാണ് ഹസ്വോത്തര മാതൃകാ ചോദ്യങ്ങൾ. സ്കോറിംഗ് കീക്ക് അനുസൃതമായി വളരെ വ്യക്തവും സമഗ്രമായ ചോദ്യങ്ങൾ, കുട്ടികളിൽ യുക്തിചിന്ത, വിശകലന ചിന്ത എന്നീ ഗുണങ്ങൾ വളരാത്ത ചോദ്യങ്ങളാണ് ഹസ്വോത്തര മാതൃകാ ചോദ്യങ്ങൾ. ഉപന്യാസ മാതൃകാ ചോദ്യങ്ങൾ. എസ്ഐ ടൈപ്പ് ടെസ്റ്റ് ഐറ്റംസ്. വിദ്യാർത്ഥികൾക്ക് വളരെ വിശാലമായും വ്യക്തിഗതമായും ഉത്തരം എഴുതത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഉപന്യാസ മാതൃകാ ചോദ്യങ്ങൾ. വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗത സ്വാതന്ത്ര്യം ലഭിക്കുന്ന ചോദ്യങ്ങൾ ഉപന്യാസ മാതൃകാ ചോദ്യങ്ങൾ. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറവാണെങ്കിൽ ഉപയോഗിക്കാവുന്ന ചോദ്യങ്ങൾ, വിദ്യാർത്ഥികളുടെ എഴുത്തു പരീക്ഷയിലെ നൈപുണി അളക്കാൻ ഉപയോഗിക്കുന്ന ചോദ്യങ്ങൾ, വിമർശന ചിന്ത, തത്വങ്ങളുടെ ഉപയോഗം, പ്രശ്ന പരിഹരണം തുടങ്ങിയ ശേഷികൾ പരീക്ഷിക്കാൻ ഉത്തമമായ ചോദ്യങ്ങൾ, ചോദ്യങ്ങൾക്ക് വിശ്വാസ്യതയും സാധുതയും സ്ഥാപിക്കാനുള്ള കഴിവ് കുറവായ ചോദ്യങ്ങൾ എല്ലാം തന്നെ ഉപന്യാസ മാതൃകാ ചോദ്യങ്ങളാണ്. വിദ്യാർത്ഥികളുടെ കൈയെഴുത്ത്, വൃത്തി തുടങ്ങിയവ സ്കോറിങ്ങിനെ ബാധിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.